നമസ്കാരം. ഇന്ന് അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റിലെ റേഷ്യോ അനാലിസിസ് എന്നുള്ള ചാപ്റ്റർ ആണ് എടുക്കുന്നത്. അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റിലെ ചാപ്റ്റർ തേർഡ് ചാപ്റ്റർ ആണ് അക്കൗണ്ടിംഗ് റേഷ്യോസ് ഓർ റേഷ്യോ അനാലിസിസ്. എന്താണ് റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ഓഫ് റേഷ്യോ. A ratio is a relationship between two related figures expressed mathematically. ഏതെങ്കിലും രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, റേഷ്യോ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആര് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്? ബിറ്റ്വീൻ ടു റിലേറ്റഡ് ഫിഗേഴ്സ്. ഏതെങ്കിലും പരസ്പരം ബന്ധമുള്ള ഏതെങ്കിലും രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ആണ് നമ്മൾ കാണണമെങ്കിൽ ഇക്വേഷൻ എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. അവിടെ രണ്ട് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഗ്രോസ് പ്രോഫിറ്റും ഒന്ന് നെറ്റ് സെയിൽസും ആണ്. ഇനി കറണ്ട് റേഷ്യോ ആണെങ്കിൽ അത് കാണാനുള്ള ഇക്വേഷൻ ആണ് കറണ്ട് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ അവിടെ ആ രണ്ട് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് കറണ്ട് അസെറ്റും ഒന്ന് കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പൊ ഇങ്ങനെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ന്യൂമറിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഫിഗേഴ്സ്. ഏതെങ്കിലും രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഫൗണ്ട് ബൈ. അപ്പൊ റേഷ്യോ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫിഗറിനെ വേറൊരു ഫിഗറുമായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റേഷ്യോ കിട്ടും. റേഷ്യോ ഈസ് ഫൗണ്ട് ബൈ ഡിവൈഡിങ് വൺ നമ്പർ ബൈ അനദർ നമ്പർ. ഒരു നമ്പറിനെ വേറൊരു നമ്പർ ആയിട്ട്, ഇപ്പോൾ കറണ്ട് റേഷ്യോ ആണെങ്കിൽ കറണ്ട് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ കറണ്ട് അസെറ്റ് ഡിവൈഡഡ് ബൈ, അപ്പോൾ ഒരു നമ്പറും വേറൊരു നമ്പറും നമ്മൾ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് റേഷ്യോസിന്റെ ഡെഫിനിഷൻ ഒക്കെ നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് റേഷ്യോസ് നമ്മൾ ആദ്യം റേഷ്യോ എന്താണെന്ന് പറഞ്ഞത്. ഇനി അക്കൗണ്ടിങ് റേഷ്യോ എന്താണ്? അക്കൗണ്ടിങ് റേഷ്യോസ് ആർ റേഷ്യോസ് കാൽക്കുലേറ്റഡ് ഫ്രം ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. റേഷ്യോ തന്നെയാണ്. എന്താ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ അങ്ങനെ ഏതെങ്കിലും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ അവർ തമ്മിൽ ആ ബാലൻസ് ഷീറ്റിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ള ഐറ്റംസ് അല്ലെ രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അവിടെ കാണിക്കുന്നത്. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് അത് കാണിക്കുന്നതാണ് അക്കൗണ്ടിങ് റേഷ്യോസ് എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു ജെ ബാറ്റി, ദ ടേം അക്കൗണ്ടിങ് റേഷ്യോ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ സിഗ്നിഫിക്കന്റ് റിലേഷൻഷിപ്പ് വിച്ച് എക്സിസ്റ്റ് ബിറ്റ്വീൻ figures shown in the balance sheet, profit and loss account, in a budgetary control system or in any other part of accounting organization. ജെ ബാറ്റി പറയാണ് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെയോ ബാലൻസ് ഷീറ്റിലെയോ ഏതെങ്കിലും അതിലുള്ള ഏതെങ്കിലും ഫിഗേഴ്സ് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുകയാണ് ചെയ്യുന്നത്. അത് ബഡ്ജറ്ററി കൺട്രോളിലും അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഓർഗനൈസേഷനിലൊക്കെ അത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റിലോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലോ അങ്ങനെയുള്ള സംഭവത്തിൽ എവിടെന്നെങ്കിലും ഡാറ്റ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും അതിൽ രണ്ട് ഫിഗേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് തമ്മിലുള്ള കാണിക്കാൻ വേണ്ടിയിട്ട് ന്യൂമറിക്കലി എക്സ്പ്രസ് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് റേഷ്യോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് എക്സ്പ്രഷൻ ഓഫ് റേഷ്യോ. റേഷ്യോ നമ്മൾ എങ്ങനെയൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യാം? Mainly, then accounting ratios may be expressed in any one of the following ways. First one, proportion. ഒന്നുമില്ലെങ്കിൽ നമ്മളെ റേഷ്യോനെ പ്രൊപ്പോർഷൻ ആയിട്ട്, ഇപ്പോൾ 3:1, 5:1, 2:3 അങ്ങനെ പ്രൊപ്പോർഷനിൽ നമുക്ക് വേണമെങ്കിൽ ആ റിലേഷൻഷിപ്പ് രണ്ട് ഫിഗേഴ്സ് തമ്മിൽ റിലേഷൻഷിപ്പ് നമുക്ക് പ്രൊപ്പോർഷനിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എ റേഷ്യോ മേ ബി എക്സ്പ്രസ് ഇൻ പെർസെൻറ്റേജ്. ഇപ്പോൾ ഇത്ര പെർസെൻറ്റേജ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് ടൈംസിലെ ഒന്നിന്റെ ഇത്ര ടൈംസ് ആണ് മറ്റേത്. ഇപ്പൊ കറണ്ട് അസെറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റി കറണ്ട് റേഷ്യോ നമ്മൾ ഇസ്റ്റില കാണിക്കുക, പ്രൊപ്പോർഷനിൽ കാണിക്കുക. ഇപ്പൊ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അതിന്റെ സെയിൽസിന്റെ ഇത്ര ഭാഗം ഡെപ്റ്റേഴ്സ് ആണ്, സെയിൽസിന് ഇത്ര ഭാഗം പർച്ചേസിന് ഇത്ര ഭാഗം ക്രെഡിറ്റേഴ്സ് ആണ്. അങ്ങനെ ഏതെങ്കിലും ടൈംസിൽ നമുക്ക് കാണിക്കാൻ പറ്റും. In this case, ratio is expressed in a number of times particular figure is compared to ഒരു ഫിഗറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഇത്ര മടങ്ങാണ് ഇതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ലാസ്റ്റ് വൺ റേഷ്യോ വേണമെങ്കിൽ നമുക്ക് ഫ്രാക്ഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 4 ഫോമിലാണ് റേഷ്യോ എക്സ്പ്രസ് ചെയ്യുക: പ്രൊപ്പോർഷൻ, പെർസെൻറ്റേജ്, ടൈംസ് ആൻഡ് ഫ്രാക്ഷൻ. നെക്സ്റ്റ് ആണ് സ്റ്റെപ്സ് ഓഫ് റേഷ്യോ അനാലിസിസ്. നമുക്കറിയാം റേഷ്യോ അനാലിസിസ് എ ടെക്നിക് ഓഫ് അനാലിസിസ്, കമ്പാരിസൺ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അനലൈസ് ചെയ്യുക, കമ്പയർ ചെയ്യുക, ഇന്റർപ്രിട്ടേഷൻ വിശകലനം ചെയ്യുകയാണ്. അപ്പോൾ റേഷ്യോ അനാലിസിസിലെ എന്തൊക്കെ സ്റ്റെപ്സ് ആണുള്ളത്? മെയിൻലി 4 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്
സെലക്ഷൻ ഓഫ് റെലവെന്റ് ഡാറ്റ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ കറണ്ട് റേഷ്യോ ആണ് കാണണമെങ്കിൽ നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നോക്കി അവിടെ ബാലൻസ് ഷീറ്റ് നോക്കി കഴിഞ്ഞാൽ കറണ്ട് അസറ്റ് നമുക്ക് അറിയാൻ പറ്റും, കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്തു, നമ്മളെ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റീസും നമ്മൾ എടുത്തു. എന്നിട്ട് അത് നമ്മൾ ഇക്വേഷൻ പോലെ എഴുതി നമ്മൾ ചെയ്തു. അപ്പോൾ ഡാറ്റ എന്താണ് റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാൽ അപ്പോൾ ഏത് ഡാറ്റയാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് കാൽക്കുലേഷൻ ഓഫ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും. തേർഡ് സ്റ്റെപ്പാണ് കമ്പാരിസൺ ഓഫ് റേഷ്യോസ്. രണ്ട് ഒരു റേഷ്യോ നമുക്ക് കിട്ടി, ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര പ്രൊപ്പോർഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും, കമ്പയർ ചെയ്യാം. വേറൊരു സ്ഥാപനമായിട്ടാവാം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാളും ഇപ്പം എന്താ ഉണ്ടായത്, ഇപ്പം ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുകയോ കുറയോ അങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് വൺ ഇന്റർപ്രറ്റ് ചെയ്യുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനും ഇന്റർപ്രിട്ടേഷൻ നടത്താനൊക്കെ സാധിക്കും. പിന്നെ 4 സ്റ്റെപ്സ് ആണ് മെയിൻലി റേഷ്യോ അനാലിസിസ് ഉള്ളത്. സെലക്ഷൻ ഓഫ് റെലവെന്റ് ഡാറ്റ, കാൽക്കുലേഷൻ ഓഫ് റേഷ്യോ, കമ്പാരിസൺ ഓഫ് റേഷ്യോസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് റേഷ്യോസ്. അപ്പോൾ നമ്മൾ എന്താണ് റേഷ്യോ നോക്കി, അത് കഴിഞ്ഞിട്ട് അക്കൗണ്ടിങ് റേഷ്യോ എന്താണ് അതിൻ്റെ ഒരു ഡെഫിനേഷൻ നമ്മൾ പഠിച്ചു. പിന്നെ റേഷ്യോ ഞങ്ങൾക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് പഠിച്ചു. നെക്സ്റ്റ് വൺ ആണ് സ്റ്റെപ്സ് ഓഫ് റേഷ്യോ അനാലിസിസ്. റേഷ്യോ അനാലിസിന്റെ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. നെക്സ്റ്റ് ടോപ്പിക് ആണ് വി ഡിസ്കസ് അബൌട്ട് ഒബ്ജക്റ്റീവ്സ് ഓർ പർപ്പസ് ഓഫ് റേഷ്യോ അനാലിസിസ്. എന്തൊക്കെയാണ് റേഷ്യോ അനാലിസിസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു സ്റ്റഡി ദ ഷോർട്ട് ടൈം സോൾവൻസി ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ ഷോർട്ട് ടൈം സോൾവൻസി എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ, ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ അതിന്റെ സോൾവൻസി എത്ര മാത്രം ഉണ്ട്, എന്തെങ്കിലും ലയബിലിറ്റീസ് ഒക്കെ കൊടുക്കാൻ സാധിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് ഒബ്ജക്റ്റീവ് ആണ് ടു സ്റ്റഡി ദ ലോങ് ടൈം സോൾവൻസി ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ ലോങ് ടൈം സോൾവൻസി, ഷോർട്ട് ടൈം മാത്രം നോക്കിയാൽ പോലെ അല്ലേ, ലോങ് ടേം നമ്മൾ നോക്കണം, ദൂരത്തേക്ക് നമ്മൾ നോക്കണം. അപ്പോൾ ദീർഘകാല അടിസ്ഥാനത്തിൽ അതിന്റെ സോൾവൻസി, ഫേമിന്റെ സോൾവൻസി എത്ര മാത്രം ഉണ്ട് അതൊക്കെ അറിയാനായിട്ട് സാധിക്കും. തേർഡ് വൺ ആണ് മെയിൻ, ഇത്രയേ ഉള്ളൂ, ടു ഡിറ്റർമിൻ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ ഫേം. അതാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലെ, പ്രോഫിറ്റബിലിറ്റി എത്ര മാത്രം ഉണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫേമിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, എഫിഷ്യന്റ് ആണോ ഇൻഎഫിഷ്യന്റ് ആണോ എന്നൊക്കെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ലാഭം ഇല്ലെങ്കിൽ നമുക്ക് അറിയാലേ അതാ ഫേം എന്തല്ല എഫിഷ്യന്റ് ഇല്ലാന്ന് അറിയാൻ പറ്റും. ആൻഡ് ഫിഫ്ത് വൺ, ടു ഫെസിലിറ്റേറ്റ് ദ പ്രോസസ് ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആർക്കൊക്കെ അറിയിക്കേണ്ടത് ഇപ്പോൾ റേഷ്യോ കിട്ടി നമുക്ക് ആരൊക്കെ അറിയിക്കേണ്ടത് അങ്ങനത്തെ പ്രോസസ് ചെയ്യാം. ആൻഡ് സിക്സ്ത് വൺ, ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും, കഴിഞ്ഞ വർഷത്തേക്കാളും ഇത് ഇത്ര, അതിന് മുമ്പത്തെ വർഷത്തേക്കാളും ഇത്ര, അങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ, ടു കമ്മ്യൂണിക്കേറ്റ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്ത് മാനേജ്മെന്റിന്റെ അടുത്തോ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്തോ അങ്ങനെ ആവശ്യമുള്ളവരുടെ അടുത്ത് അത് എത്തിക്കേണ്ടടുത്ത് അത് എത്തിക്കാനായിട്ട് സാധിക്കും. ലാസ്റ്റ് വൺ, ടു എനേബിൾ ദ മാനേജറൽ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻസ് എടുക്കാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് എന്താ പറയുക, അതെവിടെയാ എന്താ പ്രശ്നം വന്നത്, എന്തെങ്കിലും പാകപ്പിഴകളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത്രയാണ് റേഷ്യോ അനാലിസിന്റെ ഒബ്ജക്റ്റീവ്സ് ഓർ പർപ്പസ് എന്ന് പറയുന്നത്. സിമ്പിൾ പോയിന്റ്സ്, നമുക്ക് അറിയുന്ന പോയിന്റ്സ് ആണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നെക്സ്റ്റ് ടോപ്പിക് ആണ് അഡ്വാൻറ്റേജസ് ഓർ യൂസസ് ഓർ യൂട്ടിലിറ്റി ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ്. ഈ അക്കൗണ്ടിങ് റേഷ്യോസ് ആർക്കൊക്കെയാണ് അതുകൊണ്ട് അഡ്വാൻറ്റേജസ് ഉള്ളത്, അല്ലെങ്കിൽ ഇതിന്റെ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഇതിന്റെ യൂസസ് ആർക്കൊക്കെയാണുള്ളത്. ഫസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് റേഷ്യോ അനാലിസിസ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, ചോദിക്കാം. ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ടു മാനേജ്മെന്റ്. ഈ റേഷ്യോ അനാലിസിസ് ഏറ്റവും അധികം ഉപകാരമുള്ളത് ആർക്കാണ്, മാനേജ്മെന്റ് ആണ്. ഏറ്റവും ഉപയോഗം മാനേജ്മെന്റിനാണ്. റേഷ്യോ അനാലിസിസ് ഹെൽപ്സ് ദ മാനേജ്മെന്റ് ഇൻ എങ്ങനെയൊക്കെയാണ് മാനേജ്മെന്റ് സഹായിക്കുക, ഫോർമുലേറ്റിംഗ് ദ പോളിസി ഫോർമുലേറ്റ് ചെയ്യുക ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്, കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് പ്ലാൻ ചെയ്യാനും ഫോർകാസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവും, അതിന് ഹെൽപ്ഫുൾ ആണ്. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട്. അതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ്, ബിസിനസ്സിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് അതറിയാനായിട്ട്. അതുപോലെ തന്നെ എഫിഷ്യൻസി മെഷർ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. കൺട്രോൾ ചെയ്യാനായിട്ട് എവിടെയെങ്കിലും ശരിയല്ലെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്. These are the managerial uses of racial analysis. അപ്പോൾ ഇത്രയും യൂസസ് ആണ് നമ്മുടെ മാനേജ്മെന്റ് കൊണ്ടുള്ളത്. പോളിസി ഫോർമുലേറ്റ് ചെയ്യാനും ഫോർകാസ്റ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഡിസിഷൻ മേക്കിങ്ങിനും ട്രെൻഡ് അറിയാനും എഫിഷ്യൻസി മെഷർ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഇങ്ങനെ ഒരുപാട് യൂസസ് ആണ് നമ്മുടെ മാനേജ്മെന്റിന് റേഷ്യോ അനാലിസിസ് കൊണ്ടുള്ളത്.
നെക്സ്റ്റ് വൺ അഡ്വാൻറ്റേജസ് ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് കൊണ്ട് എന്താണ് അഡ്വാൻറ്റേജസ് ഉള്ളത്? ഫസ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ദ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് ഇൻ സെലക്ടിങ് ദ ബെസ്റ്റ് കമ്പനീസ് ടു ഇൻവെസ്റ്റ് ദെയർ ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സിന് ഇപ്പം നമ്മളൊരു കമ്പനിയുടെ ഷെയർ വാങ്ങുകയാണെങ്കിൽ നമ്മളെന്താ വിചാരിക്കാം, ഏറ്റവും നല്ല കമ്പനിയുടെ ഷെയർ വാങ്ങണം. ഇന്ന് ഞാൻ 10 രൂപയ്ക്ക് വിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നാളെ എനിക്കത് വിൽക്കുമ്പോൾ ഒരു 1000 രൂപയോ 10000 രൂപയോ കിട്ടണം, കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ പറ്റണം. മാത്രമല്ല അത്രയും കാലം എനിക്ക് നല്ല ഡിവിഡൻഡ് കിട്ടണം, കമ്പനിയിൽ നല്ല ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാവണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ നോക്കില്ലേ. ഇതുപോലെ പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സിനെ നല്ല ഏത് കമ്പനിയാണ് നല്ല കമ്പനി എന്ന് ഇപ്പോൾ റേഷ്യോ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരാൾ ഔട്ട്സൈഡേഴ്സ് നോക്കുമ്പോൾ ഇപ്പോൾ മറ്റേ കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇത്ര പെർസെൻറ്റേജാണ്, മറ്റേ കമ്പനിയുടെ പ്രോഫിറ്റ് ഇത്ര പെർസെൻറ്റേജാണ്, നെറ്റ് പ്രോഫിറ്റ് ഇത്രയാണ്. അപ്പം അങ്ങനെ അവർക്ക് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും നല്ല കമ്പനിയിൽ അവർക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞാൽ ഇൻവെസ്റ്റർ ആവാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഏതാണോ നല്ല അവരുടെ ഫണ്ട് എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അവർക്ക് ഏത് ബെസ്റ്റ് കമ്പനി സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ദ ഷെയർ ഹോൾഡേഴ്സ് ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ആൻഡ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഫ്യൂച്ചർ കാര്യങ്ങൾ അറിയാനും അത് അതിൻ്റെ കമ്പനിയുടെ പുരോഗതി എങ്ങനെ ഉണ്ടായിപ്പോൾ കമ്പനിയുടെ പോക്ക് എന്താ അവസ്ഥ എന്നുള്ളത് അറിയാനും പെർഫോമൻസ് മെഷർ ചെയ്യാനും അളക്കാനും ഇവാലുവേറ്റ് ചെയ്യാനും എഫിഷ്യൻ്റ് ആണോ ഇൻഎഫിഷ്യൻ്റ് ആണോ അവിടുത്തെ മാനേജ്മെൻറ്റ് ഇതൊക്കെ അറിയാനായിട്ട് റേഷ്യോ അനാലിസിസ് വളരെ ഹെൽപ്ഫുൾ ആണ്. ആൻഡ് തേർഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു കാൽക്കുലേറ്റ് ദ പ്രൈസ് ഓഫ് ദ ഷെയർ. ഈ ഷെയർ വിൽക്കുമ്പോഴേ ഇനിയിപ്പോൾ ഞാൻ ഷെയർ വാങ്ങി ഇനിയിപ്പോൾ വിൽക്കുമ്പോൾ എനിക്ക് എത്ര രൂപ കിട്ടുക, അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാവുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയാൻ ഇത് ഷെയർ ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനും വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജ് ടു ക്രെഡിറ്റേഴ്സ്. ഈ റേഷ്യോ അനാലിസിസ് ഓണേഴ്സിനും അല്ലെങ്കിൽ മാനേജ്മെന്റിനും മാത്രമല്ല ക്രെഡിറ്റേഴ്സിനും, ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാനുള്ളവർ, അവർക്കും ഇത് യൂസ് ആണ്. ഇറ്റ് ഹെൽപ്സ് ടു മെഷർ ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് കമ്പനി. ഈ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ, അതായത് നമ്മുടെ കടയിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കും. ക്രെഡിറ്റേഴ്സ് ആലോചിക്കുകയാണ്, നമ്മുടെ കടയിൽ നിന്ന് കുറേ സാധനങ്ങൾ കടം കൊടുത്തിട്ടുണ്ട്, കിട്ടുമോ, കറക്റ്റായിട്ട് കിട്ടുമോ, അതോ ഇനിയിപ്പോൾ അവർ പിന്നാലെ നടക്കേണ്ടി വരുമോ, ഇങ്ങനെ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷൻ എന്താണ്, ഇനി നാളെ അവർ കടം ചോദിച്ചാൽ വീണ്ടും കൊടുക്കണോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇറ്റ് എനേബിൾസ് ദ ക്രെഡിറ്റേഴ്സ് ടു അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ദ കമ്പനി. കമ്പനി ഇപ്പോൾ എങ്ങനെയല്ല ഏത് ലെവലിലാണ് പോകണം, കമ്പനി ഇപ്പോൾ എന്തെങ്കിലും അതിൻ്റെ സ്ട്രെങ്ത് എന്താണ്, അതിൻ്റെ വീക്ക്നെസ് എന്താണ്, ഇതൊക്കെ അറിയാനായിട്ടും ക്രെഡിറ്റേഴ്സിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. നെക്സ്റ്റ് വൺ ആണ് അഡ്വാൻറ്റേജ് ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് ഇത് ഹെൽപ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ നല്ല പ്രോഫിറ്റ് ഉള്ള സമയത്ത് എംപ്ലോയീസ് എന്തായാലും നല്ല ഡിമാൻഡ് എന്താ പറയുക, നല്ല വേജസ് ഡിമാൻഡ് ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് കുറേ ആനുകൂല്യങ്ങൾ വേണം, ESI വേണം, PF വേണം, അങ്ങനെ കുറേ ആനുകൂല്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ കമ്പനി നല്ല ലാഭം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നേരെ വെച്ച് കമ്പനിയുടെ അവസ്ഥ ഭയങ്കര മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എംപ്ലോയീസ് അത് ചോദിക്കില്ല അല്ലേ, കാരണം കമ്പനിയുടെ അവസ്ഥ ഭയങ്കര മോശം, അവർക്ക് തരാൻ പറ്റില്ല സിറ്റുവേഷൻ എല്ലാം, അപ്പോൾ അവരതനുസരിച്ച് ചോദിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ കമ്പനിയുടെ ഇതുപോലെ എംപ്ലോയീസ് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി അളക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ വേജസോ അല്ലെങ്കിൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സോ ഒക്കെ അവർക്ക് ഡിമാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സെക്കൻഡ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡിങ് ദ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഹെൽത്ത് എന്താണ്, നമ്മുടെ ജോലി ഉറപ്പാണോ, ഇവിടെ കുറേ കാലം ജോലി ചെയ്യാൻ പറ്റുമോ, അത് പടച്ചു പൂട്ടുന്ന കമ്പനിയാണോ, ഇങ്ങനെ പല കാര്യങ്ങളും എംപ്ലോയീസിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് അഡ്വാൻറ്റേജ് ടു എംപ്ലോയീസ്. ആൻഡ് ലാസ്റ്റ് വൺ, അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് അഡ്വാൻറ്റേജസ് ആണ്, മാനേജ്മെന്റിന്, ഷെയർ ഹോൾഡേഴ്സിനെ, ക്രെഡിറ്റേഴ്സിനെ, എംപ്ലോയീസിനെ. ആൻഡ് ലാസ്റ്റ് വൺ, ഗവൺമെന്റിന്. It helps the government to study the cost structure of the industries, and on the basis government can formulate various policies. കമ്പനിയുടെ കോസ്റ്റ് സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിനെ പല പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഗവൺമെന്റിനെ കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചില സാധനങ്ങളൊക്കെ വില കുത്തനെ ഉയരൊക്കെ ചെയ്യുമ്പോൾ ആ വിലയിലൊക്കെ അടിസ്ഥാന വില ഇടുക, അല്ലെങ്കിൽ വില കുറഞ്ഞു പോകുമ്പോൾ അടിസ്ഥാന വില ഇടുക, അങ്ങനെയുള്ള പ്രൈസ് കൺട്രോൾ മെഷേഴ്സിനൊക്കെ ഇത് ഗവൺമെന്റിന് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇത്രയാണ് ഗവൺമെന്റിനുള്ള ഗവൺമെന്റിനെ ഓരോ കമ്പനിയുടെയും കോസ്റ്റ് സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പോളിസികളും രൂപീകരിക്കാൻ സാധിക്കും. അതുപോലെ ഗവൺമെന്റ് കൺസ്യൂമേഴ്സിന് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേരിയസ് പ്രൈസ് കൺട്രോൾ മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു.
ഇനി എന്തൊക്കെയാണ് ഇതുകൊണ്ട് ലിമിറ്റേഷൻസ് നോക്കാം. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ് റേഷ്യോസ്? ഫസ്റ്റ് വൺ, ഇൻഹറന്റ് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടോ അതൊക്കെ ആർക്കും ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ഒക്കെ ആർക്കും ഉണ്ട്, നമ്മുടെ റേഷ്യോസിനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേഷ്യോ ആർ കാൽക്കുലേറ്റഡ് ഫ്രം അക്കൗണ്ടിങ് റെക്കോർഡ്സ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റിലെ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റേഷ്യോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ദിവസം 2 ദിവസം ലീവായി, അത് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ആള് കൃത്യമായിട്ട് എഴുതുന്ന കുട്ടിയാണെങ്കിൽ, നമുക്കൊക്കെ തെറ്റില്ലാതെ എഴുതുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോട്ടും കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. നേരം വെച്ച് നമ്മൾ എഴുതുന്നതോ ശരിക്കും മര്യാദയ്ക്ക് ക്ലാസ്സിൽ കയറാത്ത, അല്ലെങ്കിൽ കയറി ഇങ്ങനെ കുറച്ച് നേരം ഉറങ്ങണം, അങ്ങനത്തെ ആൾക്കാരുടെ നോട്ടൊക്കെ വാങ്ങി അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തൊക്കെ എഴുതിച്ചിട്ടുണ്ട്. ഞാനും അത് അവിടുന്ന് ഇവിടുന്ന് എന്തൊക്കെ എഴുതിച്ചു. അപ്പോൾ നോട്ടോടെ കംപ്ലീറ്റ് ആകുമോ? കാരണം ഞാൻ നോക്കി എഴുതിയ ബുക്ക് ശരിയല്ലായിരുന്നു. ഇതേപോലെ തന്നെയാണ് ഈ അക്കൗണ്ടിങ് റെക്കോർഡുകൾ ശരിയൊന്നല്ലെങ്കിൽ നമ്മുടെ റേഷ്യോനും. അപ്പോൾ അക്കൗണ്ടിങ്ങിന് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടോ അതൊക്കെ നമ്മുടെ റേഷ്യോസിനും ആ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. സെക്കൻഡ് വൺ, നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഇഗ്നോർഡ്. റേഷ്യോ അനാലിസിസിലെ മോണിറ്ററി ഫാക്ടേഴ്സ് മാത്രം, മണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം, അതല്ലാണ്ട് എംപ്ലോയീസിന്റെ മൊറയിലോ അവരുടെ ലോയാലിറ്റിയോ അതുപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻഷിപ്പോ അതൊന്നും അവരവിടെ നോക്കണില്ല. മാനുഷിക ബന്ധങ്ങൾക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അവിടെ പ്രാധാന്യമില്ല. അവരെപ്പോഴും പ്രോഫിറ്റ്, മറ്റേത് എന്താ പറയുക, പൈസ കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ മോണിറ്ററി ബെനിഫിറ്റ്സും മോണിറ്ററി ഫാക്ടേഴ്സ് മാത്രം അവർ കൺസിഡർ ചെയ്യുള്ളൂ. ആൻഡ് തേർഡ് വൺ, ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഇഗ്നോർഡ്. ഇവരെപ്പോഴും ക്വാണ്ടിറ്റേറ്റീവ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ക്വാളിറ്റേറ്റീവ് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ നോക്കില്ല. റേഷ്യോ അനാലിസിസ് ഇഗ്നോർസ് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്. ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ മേ ഓൾസോ ബി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ അവരെന്ത് ചെയ്യില്ല, ക്വാളിറ്റേറ്റീവ് നോക്കില്ല, ക്വാണ്ടിറ്റേറ്റീവ് മാത്രം അവർ റേഷ്യോയിൽ നോക്കുള്ളൂ. ആൻഡ് ലാസ്റ്റ് വൺ, നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെന്റ്. റേഷ്യോസ് ഡു നോട്ട് മേക്ക് കൺക്ലൂഷൻ. റേഷ്യോസ് സ്വന്തമായിട്ട് കൺക്ലൂഷൻ ഉണ്ടാക്കുന്നില്ല. അത് ജഡ്ജ്മെന്റിന് പകരമുള്ള, ജഡ്ജ്മെന്റിനെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ജഡ്ജ്മെന്റിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നല്ല. റേഷ്യോ കണ്ടെത്തിയതല്ലേ, ഇനി ആരെന്താണ് ചെയ്തോട്ടെ, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. റേഷ്യോ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റേഷ്യോ നല്ലൊരു ടെക്നിക്കാണ്, ആ ടെക്നിക്ക് ഉപയോഗിച്ച് നമുക്ക് ജഡ്ജ്മെന്റ് ചെയ്യാം. ഈ കമ്പനി നല്ലതാട്ടാന്നൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇതൊരു ജഡ്ജ്മെന്റിന് പകരമാവില്ല റേഷ്യോസ് എന്ന് പറയുന്നത്. അത് സ്വന്തമായിട്ട് കൺക്ലൂഷൻസ് ഒന്നും ഉണ്ടാക്കില്ല. ഇത്രയാണ് എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് പറഞ്ഞത്. അക്കൗണ്ടിങ്ങിന് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടോ അത് റേഷ്യോയിലുണ്ടായിരിക്കും. അതുപോലെ ഇവർ മോണിറ്ററി ഫാക്ടേഴ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് അവർ ഇഗ്നോർ ചെയ്യാണ്. തേർഡ് വൺ ആണ് ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് അവർ ഇഗ്നോർ ചെയ്യാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, അത് അവർ നോക്കണില്ല. ആൻഡ് ലാസ്റ്റ് വൺ, നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജഡ്ജ്മെന്റ്. റേഷ്യോസ് ഡു നോട്ട് മേക്ക് കൺക്ലൂഷൻസ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു.